ഹലോ എവരിവൺ, വെൽക്കം ടു MLT അക്കാഡമി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ PSC എക്സാം MLTയുടെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സാം കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് തന്നെ ആയിരുന്നു. ബിക്കോസ് കേസ് സ്റ്റഡിയൊക്കെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു PSC എക്സാമിന് ഇത്രത്തോളം ഇലാബറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ്, അത്തരത്തിലുള്ള കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ. എങ്കിലും ഒരു 60-65ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. കട്ട് ഓഫ് ഒക്കെ കുറവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബിക്കോസ് ദി നമ്പർ ഓഫ് വേക്കൻസീസ് കുറവായതാണ് നമുക്ക് കട്ട് ഓഫ് തീരുമാനിക്കാനുള്ള ഒരു പ്രശ്നം വരുന്നത്. ഒരുപാട് വേക്കൻസിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും 50-ൽ താഴെ കട്ട് ഓഫ് പോകുമായിരുന്നൊരു എക്സാമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പോസിബിൾ ആൻസർ കീ ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞാൽ പോസിബിൾ ആൻസർ കീ, കാരണം നമുക്കറിയാം PSC ആൻസർ കീ അവരെ തന്നെ ഇട്ടിട്ട് അവരെ തന്നെ തിരുത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പോസിബിൾ ആൻസർ കീ വളരെ ചുരുക്കം സമയം എടുത്തിട്ടുള്ളൂ നമുക്കിത് കൈ കിട്ടാനായിട്ട് 4 കിട്ടിയിട്ട്. അപ്പോൾ കൂടുതൽ ബുക്സ് ഒന്നും റെഫർ ചെയ്തിട്ടില്ല, എങ്കിലും നമുക്കറിയാവുന്ന പോസിബിൾ ആൻസേഴ്സാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ കോഡൊന്നുമില്ല, ഏതോ ഒരു ക്വസ്റ്റ്യനാണ് ആരും അയച്ചു തന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് കനോട്ട് ബി കൾട്ടിവേറ്റഡ് ഇൻ ആർട്ടിഫിഷ്യൽ കൾച്ചർ മീഡിയ? ഓപ്ഷൻ എ ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ്, ഓപ്ഷൻ ബി റൈനോസ്പൊറിഡിയം സീബെറി, പ്ലാസ്റ്റോമൈസൈറ്റ് ഡെർമറ്റൈറ്റിഡിസ്, സ്പോറോത്രിക്സ് ടെൻകി. അപ്പോൾ ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് റൈനോസ്പൊറിഡിയം ആണ്. റൈനോസ്പൊറിഡിയം ഒരു ആർട്ടിഫിഷ്യൽ കൾച്ചർ മീഡിയയിൽ അതിനെ വളർത്താൻ പറ്റില്ല. അതായത് നമ്മുടെ സാധാരണ കൾച്ചർ മീഡിയയിൽ നിന്നും ഒരു ഫംഗി ആയിട്ട് പോലും ഇതിനെ വളർത്താൻ കഴിയില്ല. റൈനോസ്പൊറിഡിയം സീബെറി. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. All are true about Sabrode dextrose agar except pH of medium is 8.6. Growth of saprophytic fungi is prevented by adding cyclohexylamine. Constituent are peptone, dextrose, agar used for isolation of pathogenic and non-pathogenic fungi. ആദ്യത്തെ ഓപ്ഷൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ മനസ്സിലാവും. ദി PH ഓഫ് ദി മീഡിയം ഈസ് 8.6. സാബ്രോ ഡെക്സ്ട്രോസ് അഗാറിൽ ബാക്ടീരിയ പോലുള്ള സാധനങ്ങളുടെ ഗ്രോത്ത് കുറയ്ക്കാനായിട്ട് 5.4 അല്ലെങ്കിൽ അതിന് താഴെ ആയിരിക്കണം അതിൻ്റെ PH എന്നുള്ളത് വളരെ വ്യക്തമായ പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ PH ഓഫ് ദി മീഡിയം ഈസ് 8.6. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ റോങ് ആൻസർ ഇവിടെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ ട്രൂ റിഗാർഡിംഗ് ഡൈമോർഫിക് ഫംഗി? ഇതിൻ്റെ ഓപ്ഷനിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ദി എബോവ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈമോർഫിക് ഫംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾഡിൻ്റെയും ഈസ്റ്റിൻ്റെയും ക്യാരക്ടേഴ്സ് ഒരുമിച്ച് പ്രകടിപ്പിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡൈമോർഫിക് ഫംഗി എന്ന് പറയുന്നത്. അപ്പോൾ അത് 25 ഡിഗ്രി സെൽഷ്യസിൽ, അതായത് റൂം ടെമ്പറേച്ചർ പോലുള്ള ഒരു കണ്ടീഷനിൽ അത് മൈസീലിയ ഫോം ചെയ്തുകൊണ്ട് നമ്മുടെ മൈസീലിയൽ ഫോമായിട്ട് മാറുകയും, എന്നാൽ 37 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ സാധാരണ കൾച്ചർ ചെയ്യുന്ന ആ ഒരു സെൽഷ്യസ്, അതായത് ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചറിൽ നമ്മുടെ ബോഡിക്ക് അകത്ത് കയറിയാലും അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചറിലുള്ള കൾട്ടിവേഷനിലും ഇതെന്ത് ചെയ്യും, ഇത് ഈസ്റ്റ് ഫോമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് രണ്ടും ട്രൂ ആണെന്ന് ആദ്യമേ എയും ബിയും ഓക്കെ ആയ സ്ഥിതിക്ക് മറ്റൊരു ഓപ്ഷൻ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, കാരണം ഓൾ ദി എബോവ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓൾ ദി എബോവ് ആണ്. നെക്സ്റ്റ് വൺ. കാൻഡിഡ ആൽബിക്കൻ ഷോസ് ദി ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ് എക്സെപ്റ്റ് it is a true yeast, demonstration of pseudohyphal form in tissue indication of inversion. Rapid identification is by the ability to form germ tubes at 37 degrees Celsius in 2 hours. Oral thrush is the form of മ്യൂക്കോസൽ കാൻഡിഡിയാസിസ്. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, എക്സെപ്റ്റ് ഒക്കെ വരുമ്പോൾ ഏതാണ് കറക്റ്റ് എന്നുള്ളത് ടിക്കിടും, മറ്റേത് തെറ്റിടും. അപ്പോൾ ഇവിടെ സിമ്പിളാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ട്രൂ ഈസ്റ്റ്. കാൻഡിഡ ആൽബിക്കൻസ് ഒരു ട്രൂ ഈസ്റ്റ് അല്ല, ആകെ ഒരേ ഒരു പത്തോജനിക് ഇമ്പോർട്ടൻ്റ് ട്രൂ ഈസ്റ്റ് മാത്രമേ നമുക്കുള്ളൂ. അത് ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് ആയിരുന്നു. ബാക്കിയെല്ലാം അത് ജെം ട്യൂബും സീഡോഹൈഫയും അതുപോലെ തന്നെ ഓറൽ ത്രഷും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇറ്റ് ഈസ് എ ട്രൂ ഈസ്റ്റ് എന്നുള്ളതാണ്, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാൻഡിഡ ആൽബിക്കൻസ്. Which of the following fungi causing human disease is not common laboratory contaminant? ഹ്യൂമൻ ഡിസീസ് ഉണ്ടാക്കാം, പക്ഷേ കോമൺ ലബോറട്ടറി കണ്ടാമിനൻ്റ് ഏത് അല്ല എന്നുള്ളതാണ് ചോദ്യം. പെൻസീലിയം, അസ്പെർജിലസ്, ക്രിപ്റ്റോകോക്കസ്, മ്യൂക്കർ. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ക്രിപ്റ്റോകോക്കസ്. അതൊരു ട്രൂ ഈസ്റ്റ് ആണ്. അത് സാധാരണ അതൊരു എൻവയോൺമെൻറ്റിൽ നിന്നും അങ്ങനെ എന്താ പറയുക, ലബോറട്ടറി കണ്ടാമിനൻ്റ് പോലെ ഇങ്ങനെ ചുറ്റും കറങ്ങി നടക്കുന്നൊരു സാധനമല്ല. അങ്ങനെ കറങ്ങി നടക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് എപ്പോഴും മെനിഞ്ചോകോക്കൽ ഇൻഫെക്ഷൻ കിട്ടുന്നതായിരിക്കും. സോ ക്രിപ്റ്റോകോക്കസ് ആണ് ഇതിൻ്റെ ആൻസർ. നമുക്കറിയാം പെൻസിലിയം ആയാലും അസ്പെർജിലസ് ആയാലും മ്യൂക്കർ ആയാലും നമ്മുടെ ബ്രെഡൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഗ്രോ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്നവരെല്ലാം ഈ ആൾക്കാരാണ്. അപ്പോൾ ഇവരെല്ലാം കണ്ടാമിനൻറ്റുകളാണ്. ക്രിപ്റ്റോകോക്കസ് ഒരു കണ്ടാമിനൻ്റ് അല്ല, ഇറ്റ്സ് എ പത്തോജനിക് ഫംഗി. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഡെർമറ്റോഫൈറ്റ് ഈസ് നോട്ട് കറക്റ്റ്? ഓപ്ഷൻ എ ആർ ഹയാലിൻ ഫിലമെൻറ്റസ് ഫംഗി, ട്രൂ ആണ്. ഇൻഫെക്റ്റ് കെരാറ്റിനൈസ്ഡ് ടിഷ്യൂസ്, ട്രൂ ആണ്.
ഇൻഫെക്ട് സ്കിൻ, ഹെയർ, നെയിൽസ്. ഈ മൂന്നും കെരാറ്റിനൈസ്ഡ് ടിഷ്യൂ ആണ്. അപ്പോൾ അതും ശരിയാണ്. ഇനിയിപ്പോൾ ഒരു ആക്ഷനിലേ ബാക്കിയുള്ളൂ, ദാറ്റ് ഇസ് സെൻസിറ്റീവ് ടു സൈക്ലോഹെക്സമൈഡ്. അത് തെറ്റാണ്. സോ ആൻസർ ഈസ് സെൻസിറ്റീവ് ടു സൈക്ലോഹെക്സമൈഡ്. ആൻ എക്സാമ്പിൾ ഓഫ് കണ്ടിന്യൂസ് സെൽ കൾച്ചർ ഫോർ വൈറസ് ഐസൊലേഷൻ. നമ്മൾ പറഞ്ഞതാണ് മാലിഗ്നൻ്റ് സെല്ലുകളാണ് എപ്പോഴും വയ്ക്കുന്നതിൻ്റെ ആൻസറിൻ്റെ ആദ്യം തന്നെ ഉണ്ട്. ഹ്യൂമൻ കാർസിനോമ ഓഫ് സെർവിക്സ് സെൽ ലൈൻസ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇൻ എ പേഷ്യൻറ്റ് വിത്ത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷൻ വിച്ച് സെറോളജിക്കൽ മാർക്കർ ഇൻഡിക്കേറ്റ്സ് ഹൈ ഇൻഫെക്ടിവിറ്റി. അപ്പോൾ നമുക്കറിയാം ഹെർപ്പസൈറ്റിസ് സർഫസ് ആൻറ്റിജൻ ആണ് ആദ്യത്തെ ഓപ്ഷൻ പിടിക്കുന്നത്. അത് ഹൈ ഇൻഫെക്ടിവിറ്റി അല്ല, ഏർലി മാർക്കറാണ്. ഹെപ്പറ്റൈറ്റിസ് ബി പ്രീ കോർ ആൻറ്റിജൻ ആണ് ഇതിൻ്റെ ആൻസർ. പ്രീ കോർ ആൻറ്റിജൻ അഥവാ HBeAg. വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ്റെ ബിഗിനിങ് ആണെന്ന് തന്നെ. ഹെപ്പറ്റൈറ്റിസ് ബി പ്രീ കോർ ആൻറ്റിജനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി ഇ ആൻറ്റിജൻ എന്ന് പറയുന്നത്. അതാണ് റാപ്പിഡായിട്ട് വൈറസ് റെപ്ലിക്കേഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി തരുന്നത്. വൈറസ് റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ഹൈലി ഇൻഫെക്ഷ്യസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആൾ of the following are true of viral inclusion bodies except they are aggregative of virus inside an infected cell. They are situated only in cytoplasm of the infected cells. Giemsa stain is used to demonstrate inclusion bodies. Negri bodies are inclusion bodies seen in brain ടിഷ്യൂ ഇൻ റാബിസ് വൈറസ് ഇൻഫെക്ഷൻ. അത് കറക്റ്റാണ്. ഡി കറക്റ്റാണ്. ജിംസ സ്റ്റെയിൻ തന്നെയാണ് അതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഷൻ ബോഡിക്ക് വേണ്ടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ജിംസ മാത്രമല്ല, അങ്ങനെ പല റൊമനോസ്കി സ്റ്റെയിൻസ് യൂസ് ചെയ്താലും ഇൻക്ലൂഷൻ ബോഡീസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ദേ ആർ സിറ്റുവേറ്റഡ് ഓൺലി ഇൻ സൈറ്റോപ്ലാസം ഓഫ് ദി ഇൻഫെക്റ്റഡ് സെൽ. ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന് നെഗ്രി ബോഡി, മറ്റൊന്ന് കൗഡ്രേ ടൈപ്പ് ഇൻക്ലൂഷൻ ബോഡീസ്. കൗഡ്രേ ടൈപ്പ് ഇൻക്ലൂഷൻ ബോഡീസ് ഹെർപ്പിസ് വൈറസ് ഉണ്ടാക്കുന്നത്. ദാറ്റ് ആർ ഇൻട്രാ ന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡീസ്. ആ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദേ ആർ സിറ്റുവേറ്റഡ് ഓൺലി ഇൻ സൈറ്റോപ്ലാസം ഓഫ് ദി ഇൻഫെക്റ്റഡ് സെൽ. അത് തെറ്റാണ്. സോ ദി ആൻസർ ഈസ് ദേ ആർ സിറ്റുവേറ്റഡ് ഓൺലി ഇൻ ദി സൈറ്റോപ്ലാസം ഓഫ് ദി ഇൻഫെക്റ്റഡ് സെൽ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ബയോസേഫ്റ്റി ക്യാബിനറ്റ്? ഓപ്ഷൻ എ, ബയോസേഫ്റ്റി ക്യാബിനറ്റ്സ് ആർ 2 classes. ഓൺലി 2 classes? യെസ്, അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. ബിക്കോസ് ബയോസേഫ്റ്റി ക്യാബിനറ്റ്സ് വേറെ എന്തുണ്ടെങ്കിലും ഇതൊരു കാര്യം തെറ്റാണ്. ബയോസേഫ്റ്റി ക്യാബിനറ്റ്സ് 3 ലെവൽസാണ് നമ്മൾ പറയുന്നത്. 1, 2 and 3. 2നെ തന്നെ 2ആയിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഹൈ ആയിട്ടുള്ള പ്രിവെൻഷൻ കിട്ടുന്നത് പ്രഷർ ഗേജൊക്കെ ഉള്ള പ്രഷർ മീഡിയേറ്റഡ് ആയിട്ടുള്ള ബയോസേഫ്റ്റി ലെവൽ 3 ആണ്, അല്ലെങ്കിൽ ബയോസേഫ്റ്റി ക്യാബിനറ്റ് ലെവൽ 3 ആണ്. പ്രൈമറി ആയിട്ടുള്ളതാണ് ലാബ് 1 അല്ലെങ്കിൽ സേഫ്റ്റി ക്യാബിനറ്റ് 1. ആൻഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല രീതിക്കുണ്ട്. മെയിൻലി നമ്മൾ ഇപ്പോഴൊക്കെ പലയിടങ്ങളിലും യൂസ് ചെയ്യുന്നത് 2 ആണ്. 3ലേക്ക് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പത്തോജൻസിന്, നിപ്പ വൈറസിനെ പോലെയൊക്കെ സാധനങ്ങൾക്കാണ് ബയോസേഫ്റ്റി ലെവൽ 3 നമ്മൾ യൂസ് ചെയ്യുന്നത്. 3 4 ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബയോസേഫ്റ്റി ക്യാബിനറ്റ്സ് ആർ 2 classes. ദേ ആർ 3 classes ഓഫ് ബയോസേഫ്റ്റി ക്യാബിനറ്റ്സ്. ബാക്കി എല്ലാം ഓക്കെയാണ്. പ്രൊട്ടക്ഷന് വേണ്ടി തന്നെയാണ് അത് യൂസ് ചെയ്യുന്നത്. അൾട്രാസോണിക് ഡിസ്ട്രപ്ഷനൊക്കെ ബയോസേഫ്റ്റി ക്യാബിനറ്റ്സ് ടൈപ്പ് 1 യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം കാര്യങ്ങളും. അത് 11ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് പ്രിയോൺസ് ആർ ഇൻകറക്റ്റ്? ഇൻഫെക്റ്റീവ് പ്രോട്ടീനേഷ്യസ് ഏജൻറ്റ്സ് വിത്തൗട്ട് ന്യൂക്ലിക് ആസിഡ്. നമുക്കറിയാം അതൊരു പ്രോട്ടീൻസ് ആക്കാണ്. കുരു ഈസ് എ ഹ്യൂമൻ ഡിസീസ് കോസ്ഡ് ബൈ പ്രിയോൺസ്. നമുക്കറിയാം. ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ടാമിനേറ്റഡ് വിത്ത് പ്രോട്ടീൻ മെറ്റീരിയൽ ക്യാൻ ബി ഡിസിൻഫെക്റ്റഡ് വിത്ത് 1 normal sodium hydroxide. ദേ ക്യാൻ ബി ഇനാക്ടിവേറ്റഡ് ബൈ ബോയിലിംഗ് അറ്റ് 100 degrees Celsius. അവിടെ ഒരു കാര്യമുണ്ട്. ദേ ക്യാൻ ബി ഇനാക്ടിവേറ്റഡ് ബൈ ബോയിലിംഗ് അറ്റ് 100 degrees Celsius. ഒരിക്കലും പ്രയോണിനെ 100 degrees Celsius ഇനാക്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല. അത് ഇൻകറക്റ്റ് ആണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദേ ആർ ഇനാക്ടിവേറ്റഡ് ബൈ ബോയിലിംഗ് അറ്റ് 100 degrees Celsius. അതാണ് ഇതിൻ്റെ ആൻസർ. ബാക്കി എല്ലാം കറക്റ്റാണ്. വളരെ ഹൈ ടെമ്പറേച്ചർ, ചിലപ്പോൾ 200 138 200 ഉണ്ടെങ്കിൽ മാത്രമേ പ്രയോൺസിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം പ്രോട്ടീനൊക്കെ പെട്ടെന്ന് ഇല്ലാതാവുന്നതാണ്. പക്ഷേ ഇതൊരു അബ്നോർമൽ പ്രോട്ടീനാണ്. ഇതിന് ഈ ബോയിലിങ്ങിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഭയങ്കരമായ എബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് വൺ, ആൾ ഓഫ് ദി ഫോളോവിങ് ആർ ട്രൂ ഓഫ് നിപ്പ വൈറസ് എക്സെപ്റ്റ് ഫ്രൂട്ട് ബാറ്റ്സ്. നമുക്ക് എല്ലാവർക്കും ഫ്രൂട്ട് ബാറ്റാണ് ഇതിൻ്റെ ഹോസ്റ്റ് എന്ന്. ഇറ്റ്സ് ആൻ എൻവലപ്ഡ് RNA ബാലൻസ് ബിലോങ്സ് ടു പാരാമിക്സോവിരിഡേ ഫാമിലി. യെസ്, കറക്റ്റ് തന്നെയാണ്. പാരാമിക്സോവിരിഡയിൽ ഹെനിപ്പ വൈറസ് ഫാമിലിയിൽ വരുന്ന സാധനമാണ്, അല്ലെങ്കിൽ ജീനസിൽ വരുന്നതാണ്. നമ്മുടെ RNA വൈറസാണ്, എൻവലപ്ഡ് വൈറസുമാണ്. നമ്മളെല്ലാം പരിചയപ്പെട്ടിട്ടുള്ളതാണ്. കോഴിക്കോട് നിപ്പ വൈറസ് ഇൻഫെക്ഷനെ പറ്റിയും അതിൻ്റെ സിനിമയും നമുക്കറിയാവുന്നതാണ്. അടുത്തത്, ഡയഗ്നോസിസ് ഓഫ് ഏർലി ഫേസ് ഓഫ് ഇൻഫെക്ഷൻ ഇസ് റിയൽ ടൈം PCR. അതും കറക്റ്റാണ്. ബയോസേഫ്റ്റി ലെവൽ 2 പത്തോജൻ. ബയോസേഫ്റ്റി ലെവൽ 2 പത്തോജൻ ഒന്നുമല്ല, ഇത് ബയോസേഫ്റ്റി ലെവൽ 4 പത്തോജൻ ആണ്. എന്താണ്
കൊളറാഡോ ടിക്ക് ഫീവർ ഉണ്ടാക്കുന്ന വൈറസും കോങ്കോ അതിൽ പല ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന വൈറസും എബോള വൈറസും ഒക്കെ ഉൾപ്പെടുന്ന ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബയോസേഫ്റ്റി ലെവൽ 4 നിപ വൈറസിനെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ബയോകെമിസ്ട്രിയിൽ നിന്നാണ്. എമംഗ് ദി ഫോളോവിങ് മെത്തേഡ് ഐഡൻറ്റിഫൈ ദി കറക്റ്റ് വേ ഓഫ് ക്ലീനിങ് ലബോറട്ടറി ഗ്ലാസ് വെയർ. ആൻസർ തന്നെ ആദ്യം പറയാം. ആദ്യം നമ്മൾ സോപ്പ് വാട്ടറിൽ കഴുകും, പിന്നെ ടാപ്പ് വാട്ടർ ഇട്ടൊന്ന് കഴുകും, പിന്നെ ഡീഅയണൈസ്ഡ് വാട്ടറിൽ റിൻസ് ചെയ്യും, പിന്നെ എയർ ഡ്രൈയിങ് ചെയ്യും. എയർ ഡ്രൈ മീൻസ് ഹോട്ട് എയർ ഡ്രൈയിങ്. ഇതാണ് അതിൻ്റെ പ്രോപ്പർ പ്രൊസീജിയർ. അസറ്റോണൊന്നും വെച്ച് നമ്മൾ വാഷ് ചെയ്യത്തില്ല. സോപ്പ് വാട്ടർ, ടാപ്പ് വാട്ടർ, ഡീഅയണൈസ്ഡ് വാട്ടർ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഡീഅയണൈസ്ഡ് വാട്ടർ വെച്ചുള്ള റിൻസ് വയ്ക്കുമ്പോൾ എന്തെങ്കിലും അവസാനത്തെ ട്രേസസ് ഓഫ് ഈ കാൽഷ്യം പോലെ മിനറൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറി കിട്ടും. എന്നിട്ട് എയർ ഡ്രൈയിങ്. സോ ദി ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. Identify factor that is not a contributor in loss of pipetting accuracy. Temperature of fluid, viscosity of the fluid, fluid volume 50% above minimum volume, angle of pipette during aspiration. ഈ ഒരു ക്വസ്റ്റ്യന് ഒരു ഡൗട്ടുണ്ട്. പിപ്പറ്റിംഗ് ആക്യുറസി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹ്യൂമൻ പിപ്പറ്റിംഗ് ആക്യുറസി ആണെങ്കിൽ സിംപ്ലി വി ക്യാൻ സേ ദറ്റ് ഓപ്ഷൻ സി ഫ്ലൂയിഡ് വോളിയം 50% എബവ് മിനിമം വോളിയം. അതായത് ഉണ്ടായിരിക്കേണ്ട, അതായത് ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് ട്യൂബിൽ എടുക്കേണ്ട വോളിയത്തിനേക്കാളും 50% കൂടുതൽ, അതായത് ഒരു മാർക്ക് ആണല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ EDTA 2 ml മാർക്ക് വരെയാണ് ഉണ്ടായിരുന്നത്. ചിലപ്പോൾ അത് 4 ml വരെ ആൾക്കാർ സാമ്പിൾ എടുത്തുകൊണ്ട് വരും. അത് ഒരിക്കലും മാനുവൽ പിപ്പറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അത് ചിലപ്പോൾ ഓട്ടോമേറ്റഡ് മെഷീനും ചെറിയ എറേഴ്സ് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ അത് ഒരിക്കലും എബോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമേറ്റഡ് മെഷീൻ പിപ്പറ്റിങ്ങിനെയും അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും, ടെമ്പറേച്ചർ, ഡെൻസിറ്റി എന്ന് പറയുന്ന സാധനം പിപ്പറ്റിംഗ് ആക്യുറസിയെ വളരെയധികം അഫക്റ്റ് ചെയ്യും. ഡെൻസിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടെമ്പറേച്ചർ. രണ്ടാമത് വിസ്കോസിറ്റി. വിസ്കസ് ഫ്ലൂയിഡിനെ നമ്മൾ സാധാരണ പോലെയല്ല, ഭയങ്കര സ്ലോ ആയിട്ട് അത് കയറി വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ പോലെ എടുത്തു കഴിഞ്ഞാൽ ബബിൾസ് വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. രണ്ടാമത് ആംഗിൾ ഓഫ് പിപ്പറ്റ്. ഒരു 40-45 ഡിഗ്രി ആംഗിളിലായിരിക്കണം എപ്പോഴും നന്നായിട്ട് പിപ്പറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ പിപ്പറ്റ് ചെയ്യുമ്പോൾ പിന്നെയും ചാൻസസ് ഓഫ് എയർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ഫ്ലൂയിഡ് വോളിയം 50% എബോവ് മിനിമം വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിപ്പറ്റിംഗ് ആക്യുറസിക്ക് ഒരു പ്രശ്നമില്ല. കാരണം അതും പിപ്പറ്റിംഗ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഫ്ലൂയിഡ് വോളിയം ഉണ്ടായിരിക്കുന്നതിനേക്കാളും ഒരു 2 ml കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അത് എവിടെയാണ് പിപ്പറ്റിംഗ് വോളിയത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലൂയിഡ് വോളിയം 50% എബോവ് മിനിമം വോളിയമാണ് ഇത് പിപ്പറ്റിംഗ് ആക്യുറസിയെ അഫക്റ്റ് ചെയ്യാത്തൊരു ഫാക്ടർ. സോ അതിൻ്റെ ആൻസർ സി ആണ് ഇവിടെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഔട്ട് ഓഫ് ദി ലിസ്റ്റഡ് സേഫ്റ്റി പ്രോട്ടോകോൾ, അതായത് ഓപ്ഷനിൽ ഐഡൻറ്റിഫൈ ദി പ്രോട്ടോകോൾ നോട്ട് അഡ്ഹിയറിംഗ് ടു ദി പ്രോപ്പർ ലബോറട്ടറി സേഫ്റ്റി സ്റ്റാൻഡേർഡ്. ഓപ്ഷൻ എ സേഫ്റ്റി ഗൂഗിൾ ഷുഡ് ബി ആൾവേസ് ബി വേൺ ഇൻ ദി ലബോറട്ടറി. അതൊരു നല്ല കാര്യമാണ്, ടിക്ക് ഇടുക, കറക്റ്റാണത്. നോട്ട് അഡ്ഹിയറിംഗ് അല്ല, ദാറ്റ് ഈസ് അഡ്ഹിയറിംഗ്. പ്രൊസീജിയേഴ്സ് റിസൾട്ടിങ് ഇൻ ഹസാർഡസ് ഫ്യൂംസ് ഷുഡ് ബി പെർഫോംഡ് ഇൻ എ ഫ്യൂം ഹുഡ്, അതും കറക്റ്റാണ്, ടിക്ക് ഇടുക. മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്, അതായത് ഫയർ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നൊരു കാര്യമാണ് മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. അത് എത്രത്തോളം ഹസാർഡസ് ആണ്, ഹെൽത്ത് ഹസാർഡസ് ആണോ, ഫയർ ഹസാർഡസ് ആണോ, എത്ര ടെമ്പറേച്ചറിൽ അത് എക്സ്പ്ലോഡ് ചെയ്യും, അതൊക്കെ എഴുതി വയ്ക്കുന്ന മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് ഷുഡ് ബി ഡിസ്പ്ലേഡ്. അത് ഡിസ്പ്ലേ അല്ലെങ്കിൽ ലബോറട്ടറിയെ ഡിസ്ക്വാളിഫൈ ചെയ്യണം, അതും ടിക്ക് ഇടുക. ഇനിയിപ്പം ബാക്കിയുള്ളതാണ്. യൂസ്ഡ് നീഡിൽസ് ആൻഡ് ബ്ലേഡ് ഷുഡ് ബി സേഫ്ലി ഡിസ്പോസ്ഡ് ഇൻ എ റാപ്പിംഗ് ഓർ പേപ്പർ ടവൽസ്. ദിസ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്. ഇറ്റ് ഷുഡ് ബി വൈറ്റ് പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഫോർ വേസ്റ്റ് ഷാർപ്പ്. കാരണം പേപ്പർ ടവൽ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതെടുത്ത് മാറ്റുമ്പോൾ മുകളിലേക്ക് വരും, നമ്മുടെ കയ്യിലേക്കുള്ള ഇൻഫെക്ഷൻസ് ഏജൻറ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് പകരുകയും ചെയ്യും. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ കെമിക്കൽ ലബോറട്ടറി ഐഡൻറ്റിഫൈ ദി പ്രോട്ടോകോൾ നോട്ട് അഡ്ഹിയറിംഗ് ടു ദി പ്രോപ്പർ കെമിക്കൽ സ്റ്റോറേജ് ഓഫ് സ്റ്റാൻഡേർഡ്. സെയിം സാധനം തന്നെ. എന്താണ് അവിടെ? മെത്തനോൾ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ എ ഫ്ലെയിം സേഫ്റ്റി ക്യാബിനറ്റ്. വളരെ ശരിയായ കാര്യം. കാരണം മെത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽക്കഹോളാണ്. നമുക്കറിയാം ആൽക്കഹോൾ അല്ലെങ്കിൽ സ്പിരിറ്റിൽ ചെറുതായിട്ട് കത്തിച്ചിട്ട് കഴിഞ്ഞാൽ അത് കത്തുന്ന കത്തൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലെയിമിൽ നിന്ന് എവേ ആയിട്ട് വയ്ക്കുക. അടുത്ത ഓക്സിഡൈസേഴ്സ് ആൻഡ് ഫ്ലെയിമബിൾ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ സെയിം ക്യാബിനറ്റ് ആൻഡ് ഈസി ആക്സസബിൾ. തെറ്റായ കാര്യം. സോ ഇത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ. ഇറ്റ് ഈസ് നോട്ട് അഡ്ഹിയറിംഗ്. ഓക്സിഡൈസേഴ്സ് ആൻഡ് ഫ്ലെയിമബിൾ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ സെയിം ക്യാബിനറ്റ് ഇൻ ടു ഈസി ആക്സസ്. ഓക്സിഡൈസിങ് കെമിക്കൽസും ഫ്ലെയിമബിളും, ഓക്സിഡൈസേഷൻ്റെ ഫലമായിട്ട് ഫ്ലെയിം ഉണ്ടാവും. ഇവരപ്പുറത്തും ഇപ്പുറത്തോട്ട് ഇതിൻ്റെ ഫ്യൂംസ് ഒക്കെ ഉണ്ടല്ലോ കയറി റിയാക്ട് ചെയ്തിട്ട് ചിലപ്പം ഇൻ ബിറ്റ്വീൻ പോലും അത് കണ്ടെയ്നർ ടു കണ്ടെയ്നർ പോലും ചിലപ്പോൾ റിയാക്ട് ചെയ്തിട്ട് ഒരു പൊട്ടിത്തെറി, ലാബ് പിന്നെ കാണില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്സിഡൈസേഴ്സും ഫ്ലെയിമബിൾ ലിക്വിഡ്സും സെപ്പറേറ്റ് ആയിട്ട് ലേബൽ ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കണം. അത് ഒരിക്കലും ഈസി ആക്സസ് ഉള്ള സ്ഥലത്തൊന്നും കൊണ്ട് വയ്ക്കരുത്. അത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് മറ്റുള്ളവരുടെ ഈസി ആക്സസ് ഇല്ലാത്ത ഇടത്തായിരിക്കണം കൊണ്ടുവയ്ക്കണം. കാരണം അത് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഹയസ്റ്റ് പ്യൂരിറ്റി ഓഫ് വാട്ടർ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ വിച്ച് കണ്ടക്ടിവിറ്റി.
ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഹയസ്റ്റ് പ്യൂരിറ്റി ഓഫ് വാട്ടർ മീൻസ് മാക്സിമം റെസിസ്റ്റൻസ് ആൻഡ് ലീസ്റ്റ് കണ്ടക്ടിവിറ്റി എന്നാണ് അർത്ഥം. കാരണം പ്യുവർ വാട്ടർ ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, വൈൽ സോഡിയം പോലുള്ള സാൾട്ടുകൾ, കാൽഷ്യം പോലുള്ള സാൾട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് 18.2 മൈക്രോ ഓം പെർ സെൻറ്റിമീറ്റർ ആണ് ആദ്യത്തെ ഓപ്ഷൻ. ഈ മൈക്രോ ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്, അതായത് കണ്ടക്ടിവിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് റെസിസ്റ്റൻസ്. സോ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ഉള്ളവനാണ് ഏറ്റവും പ്യുവർ. ഈ 18.2 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അതാണ് അൾട്രാ പ്യുവർ വാട്ടർ, ഏറ്റവും നല്ല വാട്ടറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. 18.2 മൈക്രോ ഓം പെർ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ആൻസർ, ഓപ്ഷൻ എ ഇവിടെ. അതായത് അതിനാണ് മാക്സിമം റെസിസ്റ്റൻറ്റ്, ഇറ്റ് ഇസ് എൻ അൾട്രാ പ്യുവർ വാട്ടർ. സോ ഐഡൻറ്റിഫൈ ദി SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. ആർക്കും പറയേണ്ട കാര്യമൊന്നുമില്ല. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ് ഫാരൻഹീറ്റ് ആണോ, സെൽഷ്യസ് ആണോ? അല്ല, ഇറ്റ് ഈസ് കെൽവിൻ. കെൽവിൻ ആണ് SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. Molarity is defined as dash of a substance dash 1 liter of distilled water. ഡാഷുകളൊന്ന് പൂരിപ്പിക്കാനായിട്ടാണ്. ഇങ്ങനെ വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ കണ്ണിങ് ആയിട്ട് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്ത് ഉണ്ട്. നമുക്ക് നോക്കാം. മോളിക്കുലർ വെയിറ്റ് ഡിസോൾവ്ഡ് ഇൻ, നോ. ഇക്വലന്റ് വെയിറ്റ് ഡിസോൾവ്ഡ് ആൻഡ് മേക്കപ്പ് ടു, നോ. ഗ്രാം മോളിക്കുലർ വെയിറ്റ് ഡിസോൾവ്ഡ് ഇൻ ആണോ? അല്ല. ഗ്രാം മോളിക്കുലർ വെയിറ്റ് ഡിസോൾവ്ഡ് ഇൻ ആൻഡ് മേക്ക്ഡ് ടു 1 ലിറ്റർ ആണ്. അതായത് 1 ലിറ്ററിൽ എടുത്ത് കലക്കുക എന്നുള്ളതല്ല. ആദ്യം 1 ഗ്രാം മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസ് എടുത്ത് ഇടുക, അത് വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുക, ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുത്തിട്ട്, എന്നിട്ട് ആ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് വാട്ടർ ഒഴിച്ച് അത് 1 ലിറ്ററിലേക്ക് മേക്കപ്പ് ചെയ്യുക. വളരെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പരീക്ഷാ ഉദ്യോഗാർത്ഥിയുടെ മെൻ്റൽ എബിലിറ്റി അളക്കുന്നൊരു ക്വസ്റ്റ്യൻ ആയിപ്പോയി അത്. സേഫ് ഡിസ്പോസൽ ഓഫ് ബയോളജിക്കൽ സ്പെസിമെൻ ഷുഡ് ബി എൻഷേർഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോവിങ്? ഓപ്ഷൻ എ, സ്പെസിമെൻ ഈസ് ഡിസ്പോസ്ഡ് ബൈ ബേണിംഗ് ഇൻ open air. Specimen should be placed in an autoclave bag, autoclaved for 1 hour. Specimen is washed down to the sink with any disinfectant solution. Specimen is to be stored in sealed bag till it is ready for disposal and safe for disposal. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സ്പെസിമെൻ ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ആൻ ഓട്ടോക്ലേവ്ഡ് ബാഗ് ആൻഡ് ഓട്ടോക്ലേവ്ഡ് ഫോർ 1 hour, എന്നിട്ട് ഡിസ്പോസ് ചെയ്യുക. അതാണ് ഏറ്റവും ഐഡിയൽ. അതായത് നമ്മൾ ഒരുപാട് ഫ്ലൂയിഡ്സുകൾ, ബയോളജിക്കൽ സ്പെസിമെൻസ് ഉണ്ടാകും, പക്ഷേ അത് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് സിങ്കിലേക്ക് തുറന്നു വിടാറുണ്ട് വിത്ത് എ പ്രോപ്പർ ഡിസിൻഫെക്റ്റൻറ്റ്, ദാറ്റ് ഈസ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. പക്ഷേ ഇവിടെ എനി ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ കൃത്യമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും അഡിക്വേറ്റ്, ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അത് കൊണ്ടുപോവുക, അത് ഓട്ടോക്ലേവ് ചെയ്ത് അതിനെ ഡീകണ്ടാമിനേറ്റ് ചെയ്യുക, ആ ഡീകണ്ടാമിനേറ്റ് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുക. കാരണം പിന്നെ അത് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. പക്ഷേ അല്ലെങ്കിൽ ഈ 1 നോർമൽ ഹൈപ്പോക്ലോറേറ്റ് ട്രീറ്റ് ചെയ്യും. ഇവിടെ എനി ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പറ്റത്തില്ല. സോ കൃത്യമായി അത് ഓട്ടോക്ലേവ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അത് തന്നെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഐഡൻറ്റിഫൈ ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റികോഗുലൻ്റ് യൂസ്ഡ് ഇൻ ബ്ലഡ് ബാങ്കിങ്. ദർ ഇസ് നോ ഡൗട്ട് സിട്രേറ്റ്, ഫോസ്ഫേറ്റ്, ആസിഡ് ഡിസ്റ്റേറ്റ് ഡെക്സ്ട്രോസ് എന്നൊക്കെ പറയുന്നത് CPD ആൻഡ് CPDA. 22ാമത്തെ ക്വസ്റ്റ്യൻ, യൂറിൻ സ്പെസിമെൻ preservation is achieved by which of the following chemicals? താഴെ പറയുന്നതിൽ ഏതാണ് ഒരു യൂറിൻ പ്രിസർവേറ്റീവിന് എക്സാമ്പിൾ? സോഡിയം മോളിബ്ഡേറ്റ് അല്ല, പൊട്ടാസ്യം ടാർട്രേറ്റ് അല്ല, ഹെപ്പാരിൻ EDT അല്ല, ബോറിക് ആസിഡ് ആണ്. ബോറിക് ആസിഡ് ഇസ് എ ബാക്ടീരിയോസ്റ്റാറ്റിക്, ബാക്ടീരിയൽ കൾച്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്ന യൂറിൻ പ്രിസർവേറ്റീവ് ആണ് ബോറിക് ആസിഡ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫ്ലെയിം ഫോട്ടോമീറ്റർ ഈസ് ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക് എമിഷൻ ബൈ മെറ്റൽസ് വെൻ ഡാഷ് excited by electron beams, given sufficient energy in form of heat, rapidly heated and cooled, introduced in a strong magnetic field produced by hot electrode. ഫ്ലെയിം ഫോട്ടോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോസോളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സാമ്പിളിനെ നമ്മളൊരു ഫ്ലെയിമിൽ വയ്ക്ക് ഹീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി, ഗിവൻ സഫിഷ്യൻറ്റ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ആ സമയത്താണ് അവിടെ എക്സൈറ്റേഷൻ നടക്കുകയും അതൊരു ഫ്ലെയിം എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. സോ ദി ആൻസർ ഈസ് ഗിവൻ സഫിഷ്യൻറ്റ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. 24, റേഡിയോ ആക്റ്റീവ് emission in a liquid specimen can be accurately quantified by which of the following methods? Giger-Muller counter, thermoluminescence badges, autoradiography, scintillation counter. ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് 2 വേണമെങ്കിൽ പറഞ്ഞിരിക്കുക. ഓട്ടോറേഡിയോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആക്യുറേറ്റ് ക്വാണ്ടിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല, ഡിറ്റക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അതുപോലെ തന്നെ തെർമോലൂമിനസ് ബാഡ്ജസും അതിന് വേണ്ടി തന്നെ. പക്ഷേ ഗ്രിഗർ-മുള്ളർ കൗണ്ടറും സിൻറ്റലേഷൻ കൗണ്ടറും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ലിക്വിഡ് സ്പെസിമെൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലിക്വിഡ് സ്പെസിമെൻസിന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സിൻറ്റലേഷൻ കൗണ്ടറാണ്. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളത് സിൻറ്റലേഷൻ കൗണ്ടറാണ്. സോഡിയം ആക്ടിവേറ്റഡ് താലിയം അയോഡൈഡും
താലിയം ആക്ടിവേറ്റഡ് സോഡിയം അയഡൈഡും ഒരു ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബുമാണ് ഉള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു റേഡിയോ ആക്ടിവിറ്റി ലിക്വിഡ് സിൻറ്റലേഷൻ ക്രിസ്റ്റൽസും അവൈലബിൾ ആണ്. ഈ ക്രിസ്റ്റൽ നമ്മൾ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു റേഡിയോ ആക്റ്റീവ് ബീം ഇതിനകത്ത് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, ഈ താലിയം ആക്ടിവേറ്റഡ് സോഡിയം അയഡൈഡിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇത് ലൈറ്റ് എമിറ്റ് ചെയ്യും. ഈ ലൈറ്റിനെ ഭയങ്കരമായിട്ട് ആംപ്ലിഫൈ ചെയ്യും ബൈ യൂസിങ് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്. അപ്പോൾ ഒരു മൈന്യൂട്ടായിട്ടുള്ള റേഡിയോ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ പോലും സിൻറ്റലേഷൻ കൗണ്ടർ ഉപയോഗിച്ച് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ. The buffer systems listed before identify the buffer most important in maintaining blood pH. Simple. അപ്പോൾ the most important blood buffer in the human body is carbonic acid bicarbonate buffer. Bicarbonate buffer ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബഫർ. 26ാമത്തെ ക്വസ്റ്റ്യൻ. Tyndall effect is displayed by dash when a beam of light passed through it. അതായത് എന്തിൽ കൂടി പാസ് ചെയ്യുമ്പോഴാണ് ടിൻഡാൽ എഫക്റ്റ് ഉണ്ടാവുന്നത്. ആക്ച്വലി ഒരുപക്ഷെ BCMLT ആയാൽ പോലും MSCMLT ആയാൽ പോലും വളരെ DMLT ആയത്തെ നമ്മളത് പഠിക്കാതെ വിടുന്നൊരു സെക്ഷനുണ്ട്, ദി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്സ്. എനിക്ക് തോന്നുന്നു MSCMLT എൻട്രൻസ് എക്സാമിനേഷൻസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എക്സാമിനേഷൻസ് ലെവലിൽ മാത്രമാണ് നമ്മൾ അതിനോട് കൂടുതൽ താല്പര്യത്തോടു കൂടി പഠിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കൊളോയിഡാണ്. കൊളോയിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമൾഷനാണ്. അതായത് അതിനകത്ത് അൺഡിസോൾവ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ കയറി നമ്മുടെ ലൈറ്റ് തട്ടുമ്പോൾ അത് സ്കാറ്റർ ചെയ്യും. ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നൊരു പരിപാടിയാണ് ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ കൊളോയിഡ്സ് ആണ് ടിൻഡാൽ എഫക്റ്റ് തരുന്നത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ കോളം ക്രോമാറ്റോഗ്രാഫി ഐസോക്രാറ്റിക് ഇല്യൂഷൻ റെഫേഴ്സ് ടു solvent system under high pressure, solvent system under varying polarity, solvent system with negative pressure, solvent system with a constant polarity. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് solvent system with a constant polarity. What is isocratic? What is iso? Constant, same, ഒന്ന്. ഐസോ മീൻസ് ഒരേപോലെ, അതായത് ഇല്യൂഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ അവസാന സ്റ്റെപ്പ് വരെ ഒരേ രീതിയിൽ പൊളാരിറ്റി, pH, ടോണിസിറ്റി ഇതെല്ലാം നിൽക്കുന്നതാണ് ഐസോക്രാറ്റിക് ഇല്യൂഷൻ എന്ന് പറയുന്നത്. അത് വേരിയിങ് ആവുന്നതിനെ പറയുന്നത് ഗ്രേഡിയൻ്റ് ഇല്യൂഷൻ എന്നാണ് പറയുന്നത്. ഗ്രേഡിയൻ്റ് ഇല്യൂഷനിൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും, സാൾട്ട് കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യും, pH ചേഞ്ച് ചെയ്യും. എന്നാൽ അതൊന്നും മാറാതെ കോൺസ്റ്റൻറ്റ് പൊളാരിറ്റിയിൽ ക്രോമാറ്റോഗ്രാഫി വെച്ച് ഒരു സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനെ പറയുന്നത് ഐസോക്രാറ്റിക് ഇല്യൂഷൻ എന്നാണ്. Separation of amino acid by silica gel thin layer chromatography is based upon molecular size of amino acid. അല്ല, interaction of amino acids of amino group of amino acids with stationary phase. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാ അമിനോ ആസിഡും ഒരേ രീതിയിൽ നിന്ന് തന്നെ, കാരണം എല്ലാ അമിനോ ആസിഡിനും അമിനോ ഗ്രൂപ്പൊക്കെ ഏകദേശം ഒരേപോലെയാണ്. ആകെ വ്യത്യാസം വരുന്നത് ബേസിക് അമിനോ ആസിഡ്സിന് മാത്രമാണ്. ഇൻട്രാക്ഷൻ ഓഫ് ആർ ഗ്രൂപ്പ് ഓഫ് അമിനോ ആസിഡ് വിത്ത് സ്റ്റേഷനറി ഫേസ്. ഇനി അങ്ങോട്ട് പോകണ്ട, ഇത് തന്നെയാണ് ആൻസർ. ഇൻട്രാക്ഷൻ ഓഫ് ആർ ഗ്രൂപ്പ്സ്. കാരണം ഓരോ അമിനോ ആസിഡിനും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് ഒരു കാർബണും ഒരു ഹൈഡ്രജനും ഒരു അമിനോ ഗ്രൂപ്പും ഒരു കാർബോക്സിലേറ്റ് ഗ്രൂപ്പുമാണ്. ഓരോ അമിനോ ആസിഡിനെയും തമ്മിൽ നിർണ്ണയിക്കുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടിക്ക് കാരണമാകുന്നത് അതിൻ്റെ ആർ ഗ്രൂപ്പാണ്. അതിൻ്റെ ബേസിൽ തന്നെയാണ് ഓരോ അമിനോ ആസിഡിനും ഓരോ റിട്ടാർഡേഷൻ ഫാക്ടർ അഥവാ RF വാല്യൂവും നമുക്ക് കിട്ടുന്നത്. സോ അതിൻ്റെ ആൻസർ interaction of R group of amino acid with a stationary phase. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ. among the following identify the protocol not compelling with a good practice in clinical biochemistry laboratory. Protocol can be amended by the personnel at their discretion. That's it. നമുക്ക് തോന്നും പോലെ നമുക്ക് പ്രോട്ടോകോൾസ് എല്ലാം മാറ്റാം. അല്ല, ഒരിക്കലും അല്ല. എല്ലാവരും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. ഒരേ യൂണിഫോമിറ്റി ആയിരിക്കണം അവിടെ വരേണ്ടത്. സോ അതാണ് എൻ്റെ ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ആൻ ഓട്ടോ അനലൈസർ ഇൻ എ ക്ലിനിക്കൽ ലാബോറട്ടറി? അതായത് താഴെ പറയുന്നതിൽ ഏതാണ് ഓട്ടോ അനലൈസറിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനെപ്പോലും ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ആൻ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നതിന് പകരം. ഓക്കെ, ഓപ്ഷൻ എ മോർ ആക്യുറേറ്റ് ദാൻ മാനുവൽ മെത്തേഡ്. അതൊരിക്കലും ഡിസഡ്വാൻറ്റേജ് അല്ല, അത് അഡ്വാൻറ്റേജ് ആണ്. ഹയർ സാമ്പിൾ ടേൺ ഓവർ, അതും പെട്ടെന്ന് ഇവിടെ കൂടുതൽ സാമ്പിൾ ചെയ്യാൻ പറ്റും, അത് അഡ്വാൻറ്റേജ് ആണ്. വെർസറ്റിലിറ്റി ഇൻ ഹാൻഡിലിംഗ് മൾട്ടിപ്പിൾ അസൈ സൈമൾട്ടേനിയസ്ലി, അതും അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നൺ ഓഫ് ദീസ്, ഇതെല്ലാം അഡ്വാൻറ്റേജ് ആണ്. ദർ ഇസ് നോ ഡിസഡ്വാൻറ്റേജസ് ഔട്ട് ദെയർ ഇൻ ദി ഓപ്ഷൻ. സോ നൺ ഓഫ് ദീസ്. 31. ഐഡൻറ്റിഫൈ ദി മെയിൻ ബെനിഫിറ്റ്സ് ഓഫ് അഡോപ്റ്റിംഗ് ലബോറട്ടറി ഇൻഫർമാറ്റിക്സ് ഇൻ എ ക്ലിനിക്കൽ ലബോറട്ടറി. ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾ കൺഫ്യൂസിംഗ് ആയിട്ട് പറയുന്നില്ല. ഒരു ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ലബോറട്ടറികളിലും ഉണ്ട്. മെഡിവെയർ, SRC എന്നൊക്കെ പറഞ്ഞിട്ട് കിംസിലൊക്കെ ഉള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഫ്റ്റ്വെയർ ആണ്. ദാറ്റ് സോഫ്റ്റ്വെയർ യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ്, റിട്രൈവൽ ആൻഡ് അനാലിസിസ്. ഈ ഒരു 3 ഫംഗ്ഷൻസും കൃത്യമായിട്ട് നടക്കാനായിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ആൻസർ ഡേറ്റാബേസസ് ഹെൽപ്പ് ഇൻ, അതായത് ഡേറ്റാബേസസ് മീൻസ് എ സോഫ്റ്റ്വെയർ ടൈപ്പ് സിസ്റ്റം ഹെൽപ്പ് ഇൻ റിസൾട്ട് റെക്കോർഡിംഗ്, റിട്രൈവൽ ആൻഡ് അനാലിസിസ്. അതിനുവേണ്ടി മാത്രമാണ് എല്ലാ ലബോറട്ടറിയിൽ
ലബോറട്ടറിയിൽ ഇത്ര മാത്രം നടക്കുന്നുള്ളൂ. പക്ഷേ മൊത്തം കാര്യങ്ങൾ ഈ പൈസ കാൽക്കുലേഷനും ഒക്കെ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. ഇപ്പോൾ ഏറ്റവും അടുത്ത് വരുന്ന ആൻസർ ഡേറ്റാ ബേസസ് ഹെൽപ്പ് ഇൻ റിസൾട്ട് റെക്കോർഡിംഗ് റിട്രൈവൽ ആൻഡ് അനാലിസിസ്. 32 അനാലിറ്റിക്കൽ വേരിയബിൾ ക്യാൻ അറൈസ് ഫ്രം വിച്ച് ഓഫ് ദി ഫോളോവിങ് ഫാക്ടേഴ്സ്? റിലാക്സ്ഡ് ക്വാളിറ്റി ഓഫ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് കൺട്രോൾ, poor standard operating procedure, lack of rigorous controls in sample collection. All the above ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. കാരണം ഈ മൂന്നും മോശപ്പെട്ട പരിപാടികളാണ്. ഈ മോശപ്പെട്ട ഈ 3 പരിപാടികളും അനാലിസിസിനെ, അതായത് നമ്മുടെ മെഷീൻ്റെ പെർഫോമൻസിനെ, നമ്മുടെ മെത്തേഡിനെ ഡിറ്റക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മാനുവൽ ആവട്ടെ മെഷീൻ ഓട്ടോമേറ്റഡ് ആവട്ടെ, നമ്മുടെ പെർഫോമൻസിനെ, ആ റിസൾട്ടിൻ്റെ ആക്യുറസിയൊക്കെ ബാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ സ്പെസിഫിക് സൈറ്റ് ഓഫ് ആക്ഷൻ ഓഫ് ട്രിപ്സിൻ ഈസ്, വീണ്ടും ക്വസ്റ്റ്യൻ പറഞ്ഞ് നമ്മൾ ടൈം കളയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ട്രിപ്സിൻ ആക്ട് ചെയ്യുന്നത് കാർബോക്സിൽ ഗ്രൂപ്പ് ഓഫ് ലൈസീൻ ആൻഡ് അർജിനീനെ ക്ലീവ് ചെയ്തുകൊണ്ടാണ്. ലൈസീനും അർജിനീനും ബേസിക് അമിനോ ആസിഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് പെപ്റ്റൈഡ് ബോണ്ട് ഫോംഡ് ബൈ കാർബോക്സിൽ ഗ്രൂപ്പ് ഓഫ് ബേസിക് അമിനോ ആസിഡ്. അതാണ് ട്രിപ്സിൻ ക്ലീവ് ചെയ്യുന്നത്, ഡിസ്ട്രോയ് ചെയ്യുന്നത്. ട്രിപ്സിൻ ഒരു പ്രോട്ടിയോലൈറ്റിക് എൻസൈമാണ്. ആ പ്രോട്ടീൻ്റെ ഇപ്പോൾ ലൈസീനും അർജിനീനും തമ്മിലുള്ള കാർബോക്സിലേറ്റ് ലിങ്കേജ് അവർ ബ്രേക്ക് ചെയ്യും. അടുത്ത് സോററ്റ് ബാൻഡ് ഈസ് ഒബ്സർവ്ഡ് ഇൻ 300, 500, 600, 400. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 400. സോററ്റ് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അബ്നോർമൽ പോർഫയറിൽ കാണപ്പെടുന്ന അബ്നോർമൽ പോർഫയറൻസ് 400 മുതൽ 410 നാനോമീറ്ററിൽ ഒരു സ്പെസിഫിക് അബ്സോർബൻസ് കാണിക്കും. ഇത് അതിൻ്റെ ഡയഗ്നോസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇത് കണ്ടെത്തിയ ആളുടെ പേരാണെന്ന് തോന്നുന്നു സോററ്റ്. അപ്പോൾ അതാണ് സോററ്റ് ബാൻഡ് എന്ന് പറയുന്നത്. പോർഫയർ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഈ 400 നാനോമീറ്ററിൻ്റെ പരിപാടി. 400 to 410 നാനോമീറ്റർ ആണ് സോററ്റ് ബാൻഡ് എന്നറിയപ്പെടുന്നത്. 35 എൻസൈംസ് ഡിഫക്റ്റ് ഇൻ അക്യൂട്ട് ഇൻ്റർമിറ്റൻറ്റ് പോർഫയറിയ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. PBG ഡിയമനേസ് ആണ് അതിൻ്റെ ആൻസർ. PBG ഡിയമനേസ് ഈ എൻസൈം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ PBG ഉണ്ടല്ലോ, PBGയുടെ അക്യുമുലേഷൻ ഉണ്ടാകുന്നു. പോർഫോബിലിനോജൻ്റെ അക്യുമുലേഷൻ ഉണ്ടാവുകയും അത് യൂറിനിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് അക്യൂട്ട് ഇൻ്റർമിറ്റൻറ്റ് പോർഫയറിയ, മോസ്റ്റ് കോമൺ പോർഫയറിയ എമോങ് ഇന്ത്യ. Which among the following enzyme is an indicator of vitamin B1 deficiency? ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എറിത്രോസൈറ്റ് ട്രാൻസ്കീറ്റോലൈസ് ആണ്. വൈറ്റമിൻ B1 ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനാണ്. ഈ പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് അപ്പോൾ ഉള്ള എൻസൈം മാത്രമല്ല, ട്രാൻസ്കീറ്റോലൈസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെയും കോ എൻസൈമാണ് വൈറ്റമിൻ B1. അപ്പോൾ ഈ ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിത്രോസൈറ്റ് ട്രാൻസ്കീറ്റോലൈസ് ആ ഒരു എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഈ എൻസൈമിൻ്റെ ആക്ടിവിറ്റി കുറയും വൈറ്റമിൻ B1 ഡെഫിഷ്യൻസിയിൽ, അതായത് ബെറിബെറിയിൽ. വിച്ച് അമംഗ് ദി ഫോളോവിങ് ഈസ് ട്രൂ ഫോർ കോമ്പറ്റേറ്റീവ് എൻസൈം ഇൻഹിബിഷൻ? എന്താണ് കോമ്പറ്റേറ്റീവ് എൻസൈം ഇൻഹിബിഷൻ? സബ്സ്ട്രാറ്റിനെ പോലെ ഇരിക്കുന്ന സബ്സ്ട്രാറ്റ് അനലോഗും എൻസൈമിനോട് ബൈൻഡ് ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത് Km വാല്യൂ ഇൻക്രീസ് ചെയ്യും, അതായത് സബ്സ്ട്രാറ്റിനോടുള്ള അഫിനിറ്റി നഷ്ടമായി തുടങ്ങും ആർക്ക്? എൻസൈമിന്. അതിൻ്റെ ഫലമായി Km വാല്യൂ ഇൻക്രീസ് ചെയ്യും. പക്ഷേ Vmaxന് വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല, കാരണം സബ്സ്ട്രാറ്റ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ റിയാക്ഷൻ ആയിട്ട് നടക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് Km ഇൻക്രീസസ് ബട്ട് Vmax ഈസ് കോൺസ്റ്റൻറ്റ്. 38ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഡീറിച്ച് റേഷ്യോ ഇസ് ഗ്രേറ്റർ ദാൻ 2 ഇസ് സീൻ ഇൻ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, ടോക്സിക് ഇൻഡ്യൂസ്ഡ് ഹെപ്പറ്റൈറ്റിസ്, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ നമുക്ക് പറയാം ഡീറൈറ്റിസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AST/ALT ആണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിലാണ്. ടോക്സിക് ഹെപ്പറ്റൈറ്റിസിലും അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസിലും ALT ആണ് യൂഷ്വലി കൂടുന്നത്, അക്യൂട്ട് ഇൻഫെക്ഷൻസ് ആയതുകൊണ്ട്. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിലെ ASTക്കും ALTക്കും വലിയ റോളൊന്നുമില്ല. ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ASTയുടെ ലെവൽ കൂടുന്നുണ്ട്. പല ടെക്സ്റ്റുകളിലും നമ്മൾ പഠിച്ചിട്ടുള്ള പല ടെക്സ്റ്റുകളിലും എടുത്തു പറയുന്നുണ്ട് 4.5 to 1 എന്ന് പറയുന്ന രീതിക്ക്, അതായത് ഡീറിച്ച് റേറ്റ് 4.5 ഒക്കെ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് പോകുന്നുണ്ട് എടുത്ത് പറയുന്നതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് തന്നെയാണ്. ബിക്കോസ് AST അവിടെ എലിവേറ്റ് ചെയ്യുന്നത്, ബിക്കോസ് മൈറ്റോകോൺട്രിയയിൽ ആൽക്കഹോളൊക്കെ എഫക്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട്. ദി ഐസോ എൻസൈം ഓഫ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ദാറ്റ് ഈസ് ഹീറ്റ് സ്റ്റേബിൾ ഈസ് ഫൗണ്ട് ഇൻ ലിവർ, ഇൻറ്റസ്റ്റൈൻ, ബോൺ, പ്ലാസൻറ്റ. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് പ്ലാസൻറ്റയാണ്. നമുക്കറിയാം പ്ലാസൻറ്റ എൻസൈമിൻ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇറ്റ്സ് എ ഹീറ്റ് സ്റ്റേബിൾ ഫോം. 65 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് സ്റ്റേബിൾ ചെയ്യാനും പറ്റും. ഇത് റീഗൻ ഐസോ എൻസൈം, ലങ് ക്യാൻസറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റീഗൻ ഐസോ എൻസൈമായിട്ട് ഇതിൻ്റെ ബന്ധമുണ്ടെന്നും നമ്മൾ പറയും. പ്ലാസെൻ്റൽ ALP ഹീറ്റ് ലെബൈലാണ് ബോൺ എന്ന് പറയുന്നത്. ലോ TSH ലെവൽ വിത്ത് ലോ റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ മൾട്ടിപ്പിൾ ആൻസേഴ്സ് വരുന്നതും ഡിലീഷന് ഏറ്റവും കൂടുതൽ ചാൻസുള്ളതായിട്ട് ഞാൻ കരുതുന്നത് ഈ ഒരു ക്വസ്റ്റ്യനാണ്. കാരണം റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് കൂടുന്നത് കണ്ടീഷൻസ് ഹൈപ്പർ തൈറോയിഡ്സിലാണ്.
ഇവിടെ 2 കണ്ടീഷൻസാണ് ഹൈപ്പർ തൈറോയിഡിസവുമായിട്ട് വന്നിട്ടുള്ളത്. ഗ്രേവ്സ് ഡിസീസും ടോക്സിക് മൾട്ടിനോഡുലർ ഗോയിറ്ററും. ഇത് 2 കണ്ടീഷൻസിലും ഒരുപാട് റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് ചെയ്യും. കാരണം അവിടെ ഹൈപ്പർ തൈറോയിഡിസമാണ്. അപ്പോൾ ഒരുപാട് അയഡിൻ വേണ്ടി വരും. എന്തിന്? ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ T3 T4 ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. എന്നാൽ ഗ്രേവ്സ് ഡിസീസിൽ TSH ലോ ആയിരിക്കും. ടോക്സിക് മൾട്ടിനോഡുലർ ഗോയിറ്ററിലും ഹൈപ്പർ തൈറോയിഡ്സ് ആയതുകൊണ്ട് TSH ലോ ആയിരിക്കും. അപ്പോൾ വേറെ രീതിയിൽ പറഞ്ഞാൽ ഗ്രേവ്സ് ഡിസീസ് തുടങ്ങിയിട്ട് അതിൻ്റെ സെക്യുലേ ആയിട്ടാണ് പിന്നീടാണ് ടോക്സിക് മൾട്ടിനോഡുലർ ഗോയിറ്റർ വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൻ്റെ ആൻസറായിട്ട് രണ്ടും വേണമെങ്കിൽ വരാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇപ്പോഴത്തേക്ക് നമുക്ക് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞേക്കാം. അതെങ്ങനെയായിരിക്കും ക്വസ്റ്റനിലേക്ക് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ചലഞ്ച് ചെയ്യപ്പെടേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രേവ്സ് ഡിസീസിലും ടോക്സിക് മൾട്ടിനോഡുലർ ഗോയിറ്ററിലും ഹൈപ്പർ തൈറോയിഡിസം ആയതുകൊണ്ട് റേഡിയോ ആക്റ്റീവ് അയഡിൻ്റെ അപ്ടേക്ക് കൂടുതലായിരിക്കും, TSH കുറവുമായിരിക്കും. അതേസമയം ഹാഷിമോട്ടോസ് ഡിസീസിൻ്റെ ഏർലി സ്റ്റേജസിൽ ഇതേ പരിപാടിയാണ് വരുന്നത്, ഹൈപ്പർ തൈറോയിഡിസം. പക്ഷേ ലേറ്റസ്റ്റ് സ്റ്റേജിൽ അത് ഹൈപ്പോ തൈറോയിഡിസം ആവും. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ക്ലിനിക്കൽ പാരാമീറ്റർ കൊടുത്തപ്പോൾ ഇത്രയും ഓപ്ഷൻസും കൺഫ്യൂസിങ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ശരിയായ ഉത്തരത്തിലേക്ക് വരാവുന്നതുകൊണ്ട് വേണമെങ്കിൽ എസ്പെഷ്യലി ഗ്രേവ്സ് ഡിസീസും ടോക്സിക് മൾട്ടിനോഡുലർ ഗോയിറ്ററും വരുന്നതുകൊണ്ട് ഇതിൻ്റെ ആൻസർ വേണമെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ ഓഫ് ടാക് പോളിമറൈസ് യൂസ്ഡ് ഇൻ PCR ആണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് 3' to 5' പോളിമറൈസ് ആക്ടിവിറ്റി, 5' to 3' പോളിമറൈസ് ആക്ടിവിറ്റി, തെർമോസ്റ്റേബിൾ, 5' to 3' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി. തെർമോസ്റ്റേബിൾ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ടാക് പോളിമറൈസ് യൂസ് ചെയ്യുന്നത്. ഇതിന് എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട്, അതായത് പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റി ഉണ്ട്, അവസാനത്തെ ഒരു ഏരിയ അത് ക്ലീവ് ചെയ്ത് കളയുന്നുമുണ്ട്. അതും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി 5' to 3' എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് കണ്ടിന്യൂസ് DNA സിന്തസിസ് ആക്ടിവിറ്റി ടാക് പോളിമറൈസിനുള്ളത്. അപ്പോൾ തെറ്റായ ആൻസർ ഏതാണ്? 3' to 5' പോളിമറൈസ് ആക്ടിവിറ്റി അല്ല ടാക് പോളിമറൈസിനുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, ജനറ്റിക് കോഡ് ഈസ് ഓൾ എക്സെപ്റ്റ്, അതായത് ഏതാണ് തെറ്റായിട്ടുള്ളത് എന്നുള്ളതാണ്. ഡീജനറേറ്റ്, നോൺ യൂണിവേഴ്സൽ, ട്രിപ്ലെറ്റ്, അണാഭിഗസ്. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് നോൺ യൂണിവേഴ്സൽ. ജനറ്റിക് കോഡ് യൂണിവേഴ്സലാണ്, മൈറ്റോകോൺട്രിയയ്ക്ക് ഒഴികെ ബാക്കി എല്ലാത്തിനും ഇത് യൂണിവേഴ്സലാണ്. അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല, ഇറ്റ് ഇസ് യൂണിവേഴ്സൽ. സോ തെറ്റായ ആൻസർ നോൺ യൂണിവേഴ്സലാണ്. അബൌട്ട് പ്ലാസ്മിഡ് ആൾ ആർ ട്രൂ എക്സെപ്റ്റ് യൂസ്ഡ് ഇൻ വെക്ടർ ഓഫ് DNA റീകോമ്പിനന്റ് DNA ടെക്നോളജി. കറക്റ്റാണ്. ദേ ആർ ഔട്ട്സൈഡ് ദി ബാക്ടീരിയൽ ക്രോമസോം. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലീവ് ചെയ്യുന്ന ഒരാളാണ് ഇത്. ബാക്ടീരിയൽ ക്രോമസോമിന് പുറത്താണ് ജീവിക്കുന്നത്. ക്യാരി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ. സത്യമാണ്, പല ബാക്ടീരിയയ്ക്കും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ കൊടുക്കുന്ന ഇതാണ്. ദേ ആർ റെപ്ലിക്കേറ്റ് വിത്ത് ബാക്ടീരിയൽ DNA റെപ്ലിക്കേഷൻ. തെറ്റാണ്. ദേ ആർ ഇൻഡിപെൻഡൻ്റ് ആണ്. ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. അവർക്ക് മറ്റേ ആൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ല ബാക്ടീരിയൽ DNA ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്ടീരിയൽ DNAക്ക് പുറത്ത് നിന്നുകൊണ്ട് സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യുന്ന, സെൽഫ് റെപ്ലിക്കേറ്റിംഗ് എന്ന് തന്നെ പറയാം. സർക്കുലർ DNA എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ. സെൽഫ് റെപ്ലിക്കേറ്റിംഗ് സർക്കുലർ DNA സീൻ ഔട്ട്സൈഡ് ദി ബാക്ടീരിയൽ DNA എന്നാണ് ഇതിൻ്റെ ആൻസർ. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദേ റെപ്ലിക്കേറ്റ് വിത്ത് ബാക്ടീരിയൽ DNA റെപ്ലിക്കേഷൻ. അത് തെറ്റാണ്, അതുകൊണ്ട് തന്നെ അതാണ് ഇതിൻ്റെ ആൻസർ. റിഗാർഡിംഗ് യൂറിനറി 5-hydroxyindole ആസിഡ് വിച്ച് അമംഗ് ദി ഫോളോവിങ് ഇസ് ട്രൂ. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അസിഡിക് യൂറിൻ പ്രിസർവേറ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നോട്ട് ആൽക്കലൈൻ. ഡയറ്റൊക്കെ ഇതിന് അഫക്റ്റ് ചെയ്യും. സ്പോട്ട് യൂറിൻ ഒന്നും പറ്റത്തില്ല, 24 hour യൂറിനാണ് വേണ്ടത്. NaO ഷുഡ് ബി ആഡഡ് ടു യൂറിൻ ബിഫോർ സ്റ്റോറിങ്. അതൊന്നും പറ്റത്തില്ല. ആസിഡ് യൂറിൻ 6 normal HCl ആണ് അഡിക്കേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. റിഗാർഡിംഗ് CSF ഗ്ലൂക്കോസ് വിച്ച് ഈസ് കറക്റ്റ്, ഇതിൽ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. നോർമൽ CSF ഗ്ലൂക്കോസ് ഈ 60 to 70% ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ്. അങ്ങനെ ഒരു കാര്യം തന്നെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റാണ്. നോർമൽ CSF ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 60 മുതൽ 80 എന്നും പറയുന്നുണ്ട്, 50 മുതൽ 80 എന്നും പല ടെക്സ്റ്റുകളിലും പറയുന്നുണ്ട്. അത് നമ്മുടെ നോർമൽ വാല്യൂ 70 മുതൽ 110 60 മുതൽ 70% വരെ വരും. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇൻ പെൻറ്റാഗാസ്റ്റൻ ടെസ്റ്റ് ഹൈ ആസിഡ് സെക്രീഷൻ ഈസ് ഒബ്സർവ്ഡ് ഇൻ പെർനീഷ്യസ് അനീമിയ, ZD syndrome, that is Zollinger-Ellison syndrome, cancer of stomach, gastric atrophy. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ പെൻറ്റാഗാസ്റ്റൻ ടെസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നത് ഗ്യാസ്ട്രിൻ സെക്രീറ്റിംഗ് കാർസിനോമയായിട്ടുള്ള സോളിഞ്ചർ-എലിസൺ സിൻഡ്രോം ഡിറ്റക്റ്റ് ചെയ്യാണ്. സോ ഇതിൻ്റെ ആൻസർ സോളിഞ്ചർ-എലിസൺ സിൻഡ്രോം ആണ്. പെർനീഷ്യസ് അനീമിയയിൽ നിന്ന് ആസിഡ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഗ്യാസ്ട്രിക് അട്രോഫിയിൽ അതുപോലെ തന്നെ ക്യാൻസർ ഓഫ് സ്റ്റൊമക്കും സോളിഞ്ചർ-എലിസൺ സിൻഡ്രോം മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ആലോചിക്കേണ്ട കാര്യം സ്റ്റൊമക്കിൻ്റെ ക്യാൻസർ തന്നെയാണ് സോളിഞ്ചർ-എലിസൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യനും ചലഞ്ച് ചെയ്യപ്പെടാം. സ്റ്റൊമക്കിൽ ഒരു കാർസിനോമയാണ്, ഗ്യാസ്ട്രിക് സെക്രീറ്റിംഗ് കാർസിനോമ ഓഫ് സ്റ്റൊമക്കാണ് നമ്മുടെ ഈ 46ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പം ഇത് സോളിഞ്ചർ-എലിസൺ സിൻഡ്രോം. അടുത്തത്, സ്റ്റാഗ്ഹോൺ യൂറിനറി ക്രിസ്റ്റൽസ് ആർ ഫോംഡ് ബൈ ഫോസ്ഫേറ്റ്, സിസ്റ്റീൻ, യൂറിക് ആസിഡ് സ്റ്റോൺസ്, ഓക്സലേറ്റ് സ്റ്റോൺസ്. ആക്ച്വലി സ്റ്റാഗ്ഹോൺ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് അത് പലതുകൊണ്ടും ഉണ്ടാവാം, പക്ഷേ മേജർ കണ്ടൻറ് ഉണ്ടാവുന്നത്, അതായത് ഷേപ്പാണ്, സ്റ്റാഗ്ഹോൺ ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്.
ദ സ്ട്രൂവൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് ഷേപ്പാണ്. അതുപോലെ തന്നെ മൾബറി ഷേപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഷേപ്പുകളുണ്ട്. അപ്പോൾ അതിൽ സ്റ്റാഗ് ഹോൺ വരുന്നത് മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്കത് ഫോസ്ഫേറ്റ് എന്ന് പറയാം, ഫോസ്ഫേറ്റ് സ്റ്റോൺ എന്ന് പറയാം. പക്ഷേ കാൽഷ്യം ഫോസ്ഫേറ്റ് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ അത് കാൽഷ്യം ഫോസ്ഫേറ്റ് എന്നാണെങ്കിൽ അത് തെറ്റാണ്. സോ വേണമെങ്കിൽ ഓപ്ഷനിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നത് കൊണ്ട് എന്ത് വേണമെങ്കിലും പറയും. പക്ഷേ മേജറായിട്ട് ഇതിൻ്റെ റീസൺ ആയിട്ടുള്ളത് മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് ആണ്. അതിനകത്ത് ഫോസ്ഫേറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഓപ്ഷനിലേക്ക് തന്നെ പോകാം. സിസ്റ്റീൻ സ്റ്റോൺസും ചിലപ്പോൾ ഈ സ്റ്റാഗ് ഹോൺ അപ്പിയറൻസ് കാണിക്കാറുണ്ട്. ബട്ട് മോർ അപ്രോപ്രിയേറ്റ്ലി നമുക്ക് പോകാവുന്നത് ഫോസ്ഫേറ്റ് സ്റ്റോണിലേക്കാണ്. അടുത്ത ചോദ്യം, ഇൻ SDS പേജ് ഇലക്ട്രോഫോറോസിസ് ദി പ്രോട്ടീൻ മൂവ്സ് ടുവാർഡ്സ് ആനോഡ്, പ്രോട്ടീൻ മൂവ്സ് ടുവാർഡ്സ് കാഥോഡ്, ഈവൻ മൾട്ടിമറിക് പ്രോട്ടീൻ പ്രൊഡ്യൂസസ് സിംഗിൾ ഷാർപ്പ് ബാൻഡ്, pH ഓഫ് ബഫർ 6.8. pH ഓഫ് ബഫർ 6.8 എന്നല്ല 8.6 തന്നെയാണ്. മൾട്ടിമറിക് പ്രോട്ടീൻസ് ഷാർപ്പ് ബാൻഡ് തരും. അതൊരു റൈറ്റ് ആൻസർ ആണ്. മൾട്ടിമറിക് പ്രോട്ടീൻസ് പല ഷാർപ്പ് ബാൻഡ്, സിംഗിൾ ഷാർപ്പ് ബാൻഡ് അല്ല, പല ഷാർപ്പ് ബാൻഡുകളാണ് തരുന്നത്. മൾട്ടിമറിക് പ്രോട്ടീൻസ് പല ഷാർപ്പ് ബാൻഡാണ് തരുന്നത്. അടുത്തത് പ്രോട്ടീൻസ് മൂവ് ടുവാർഡ്സ് ആനോഡാണ് ഇതിൻ്റെ ആൻസർ. കാരണം SDS പേജിൽ SDH വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോട്ടീനും ഒരേ ചാർജ്, ഒരേ നെഗറ്റീവ് ചാർജാണ് കൊടുക്കുന്നത്. നെഗറ്റീവ് ചാർജുള്ള ഒരു സംഭവം പ്രോട്ടീൻ എങ്ങോട്ട് മൂവ് ചെയ്യും? ആനോഡിലേക്ക്, പോസിറ്റീവ് ചാർജ് ഉള്ളതിലേക്ക് മാത്രമേ മൂവ് ചെയ്തുള്ളൂ. കാഥോഡിലേക്കോ മറ്റോ ഒന്നും അത് മൂവ് ചെയ്തിട്ടില്ല. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് എലൈസ അബ്സോർബൻസ് ഈസ് ഇൻവേഴ്സ്ലി അല്ലെങ്കിൽ റിലേറ്റഡ് വിത്ത് ആൻജിൻ കോൺസെൻട്രേഷൻ? ഡയറക്റ്റ് എലൈസ, ഇൻഡയറക്റ്റ് എലൈസ, കോമ്പറ്റേറ്റീവ് എലൈസ, സാൻഡ്വിച്ച് എലൈസ? ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കോമ്പറ്റേറ്റീവ് എലൈസ ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എലൈസയിൽ ലേബിൾഡ് ആൻഡ് അൺലേബിൾഡ്, എൻസൈൻ ലേബിൾഡും അൺലേബിൾഡും ആയിട്ടുള്ള സാധനങ്ങളാണ് ആഡ് ചെയ്യുന്നത്. എൻസൈൻ ലേബിൾഡ് ബൈൻഡ് അത് നമ്മളാണ് ആഡ് ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ. അൺലേബിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിലുള്ള ആൻറ്റിബോഡി കൂടുന്നതിനനുസരിച്ച് ലേബലായിട്ടുള്ള എൻസൈൻ ലേബലായിട്ടുള്ള ആൻറ്റിബോഡി ബൈൻഡ് ചെയ്യത്തില്ല, അതായത് കളർ അവസാനം കിട്ടത്തില്ല. സോ കളർ ഏറ്റവും കുറച്ച് കിട്ടുന്നത്, അല്ലെങ്കിൽ കളർ കിട്ടുന്നത് സാമ്പിളിൽ സാധനമില്ല, നെഗറ്റീവ് റിസൾട്ടിന് പറയുന്നത് കോമ്പറ്റേറ്റീവ് എലൈസയിലേക്കാണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ, ഈ പാട്ടിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ, ദ ഇമ്യൂണോഗ്ലോബുലിൻ ഇൻക്രീസ് ഇൻ സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ്. ദർ ഇസ് നോ ഡൗട്ട് IgM ഈസ് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ്, IgA ഈസ് സലൈവ സെക്രട്ടറി, IgE ഈസ് അനാഫിലാക്സിസ് ആൻഡ് IgG ആണ് ഇതിൻ്റെ ആൻസർ. സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസിൽ മെമ്മറി സെൽസിലൊക്കെ ഉള്ള IgG ആണ് ഇതിൻ്റെ ആൻസർ.